അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ആദരണീയനായ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വളരെ വിദഗ്ധമായി, വളരെ ബുദ്ധിപൂർവം കൈകാര്യം ചെയ്തതുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമായിലും UDF-ലും കുത്തിത്തിരിപ്പുണ്ടാക്കാനുള്ള CPM-ന്റെ കുൽസിതമായ നീക്കങ്ങൾ തൽക്കാലത്തേക്ക് പരാജയപ്പെട്ടു എന്ന് പറയാം. എങ്ങനെങ്കിലും ഞാനത് വലിയ സത്യം പാടില്ല എന്നുള്ളത് പറയണം എന്നാണ് നിങ്ങൾ പറയുന്നത്. രാഷ്ട്രീയത്തിൽ ആരെ കയറ്റണം എന്നൊക്കെ നമ്മളല്ലല്ലോ അത് നോക്കേണ്ടത്. ഞങ്ങൾ മതത്തിൽ എന്തെങ്കിലും വ്യതിചലനങ്ങൾ ഉണ്ടാക്കാൻ ആര് ശ്രമിച്ചാൽ അത് പറയാൻ കൊണ്ടെനിക്ക് മനസ്സിലായി. വളരെ ആർജവത്തോടുകൂടി ബഹുമാന്യനായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു, UDF ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികളെ സഹകരിപ്പിക്കണം, സഹകരിപ്പിക്കണ്ട എന്നുള്ളത് UDF തീരുമാനിച്ചോളൂ. ജമാഅത്തെ ഇസ്ലാമിയോടുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ മതപരമാണ്. അത് മതരംഗത്ത് ഞങ്ങൾ എന്നും ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ തുറന്ന് പ്രകടിപ്പിച്ചിട്ടുണ്ട്, ഇപ്പോഴും പ്രകടിപ്പിക്കുന്നുണ്ട്, ഇനിയും പ്രകടിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ആ വാതായനം ജിഫ്രി മുത്തുക്കോയ തങ്ങളെ അടച്ചിട്ടുണ്ട്. എങ്കിലും നമുക്ക് പറയാനുള്ളത്, സമസ്ത കേരള ജമിയത്തുൽ ഉലമായിലെ എല്ലാ വിഭാഗങ്ങളും, അതായത് അവരിലെ ഷജറകള്, ഹജറകള്, സുഹാബികള്, നളന്തകള്, അങ്ങനെയൊക്കെ പേര് പറയപ്പെടുന്ന ഉപവിഭാഗങ്ങളുണ്ടല്ലോ സമസ്തയിൽ തന്നെ, ഔദ്യോഗിക സമസ്തയിൽ തന്നെ, അവരൊക്കെ വെവ്വേറെ അവരുടെ സ്വത്വം പ്രകാശിപ്പിക്കുവാൻ വേണ്ടി അവരുടെ വേറിട്ട ലക്ഷ്യങ്ങളും വീക്ഷണങ്ങളും സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ മുജാഹിദിലെ 12 വിഭാഗങ്ങളും അവരുടെ പ്രത്യേകമായ അഖീദകൾ മുൻനിർത്തി, അവരുടെ പ്രത്യേകമായ അനുഷ്ഠാന വീക്ഷണങ്ങൾ മുൻനിർത്തി രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കണം. കാരണം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അവസരങ്ങളുടെ കലയാണ്. അതിലും മതക്കാർക്കും മതേതരന്മാർക്കും ഒക്കെ അവരുടേതായ ഭാഗധേയത്വം അനുസ്യൂതം, നിർബാധം, നിർവിഘ്നം നിർവഹിക്കാവുന്നതാണ്. അതുപോലെ എക്സ് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന കുറച്ച് മുസ്ലിങ്ങളുണ്ട്. അവരെ നമ്മൾ കാക്കാമാരെന്നുള്ള അർത്ഥത്തിൽ മുസ്ലിങ്ങളായിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം അവരുടെ ഇത്താമാര് ഇപ്പോഴും തട്ടമുണ്ടൊക്കെ ഇടുന്നുണ്ട്. ചിലപ്പോൾ അറിയാണ്ട് തന്നെ അവർ തട്ടമുണ്ട് ഇട്ടു പോകും ബാങ്കൊക്കെ കേൾക്കുമ്പോൾ തലയിൽ. അതുപോലെ ക്ലബ് ഹൗസ്, വാട്സാപ്പ് പോലെയുള്ള ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വരുമ്പോൾ വളരെ കർക്കശമായി ഇസ്ലാമിനെതിരെ മുഖം മറച്ചും മറയ്ക്കാതെയും സംസാരിക്കുന്ന അവര് ചിലപ്പോൾ നാട്ടില് വെള്ളിയാഴ്ചയൊക്കെ പള്ളി പോകുന്നവർ തന്നെയാണ്. അതുപോലെ കല്യാണത്തിന് ടവലൊക്കെ തലയെ കെട്ടി പുതിയാപ്പിള, അസൽ പാരമ്പര്യ പുതിയാപ്പിളയായിട്ടാണ് നിക്കാഹിനിരിക്കുന്നതൊക്കെ. അതുപോലെ കല്യാണാചരണ നടക്കുമ്പോൾ വധുവിൻ്റെ വീട്ടുകാരെ സംബന്ധിച്ച് അവർ ദീനുള്ള കുടുംബക്കാരാണോ എന്നൊക്കെ വളരെ വിശർത്ത് ചോദിക്കണ കണ്ട നമ്മൾ തന്നെ അന്തം വിട്ടുപോകും. അപ്പോൾ അതുകൊണ്ട് എക്സ് മുസ്ലിങ്ങളുടെ പ്രത്യേകമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവരും ഉണ്ടാക്കണം ഒരു രാഷ്ട്രീയ പാർട്ടി. അങ്ങനെ അങ്ങ് വരറ്റുന്നേ. അതായത് NDP, SRP, അങ്ങനെ ഓരോ ജാതികളും വെവ്വേറെ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കി കേരളത്തിലെ രാഷ്ട്രീയ ചതുരംഗ കളത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ആ കിടങ്ങൂർ ഗോപാലകൃഷ്ണ പിള്ളയ്ക്ക് ഉണ്ടായിരുന്ന ആ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, അതാണ് കേരളത്തിലെ രാഷ്ട്രീയ ഭൂമികയിലെ, കേരള രാഷ്ട്രീയ മണ്ഡലത്തിലെ ഏറ്റവും തിളങ്ങുന്ന കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ആരും വിട്ടുവീഴ്ച ചെയ്യേണ്ടതില്ല. അതുപോലെ AP ഉസ്താദിന്റെ കാലം വരെ AP സമസ്തയിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതലായിട്ട് സങ്കീർണമാവാൻ സാധ്യതയില്ല. അവരിലെ ഓരോ വിഭാഗങ്ങളും അവരൊക്കെ നമ്മൾ പണ്ട് ഫാറൂഖ് മൗലവി MDP എന്നുള്ള പേരിൽ, മുസ്ലിം ഡെമോക്രാറ്റിക് പാർട്ടി എന്നാണ് അതിൻ്റെ ഫുൾ ഫോം ആയിരുന്നതെങ്കിലും സുന്നി ലീഗ് എന്ന പേരിലാണ് അത് അറിയപ്പെട്ടിരുന്നത്. അവർക്ക് സുന്നി വേദി എന്നുള്ള പേരിൽ ഒരു മുഖപത്രവും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് എന്താണ് കുഴപ്പം? അതായത് ഓരോ സ്വത്വ വിഭാഗങ്ങളും അവരുടെ പ്രത്യേകമായ വ്യതിരിക്തതകൾ, ഐഡന്റിറ്റികൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി വളരെ ഉത്സുകരായ ഒരു കാലഘട്ടമാണിത്. വിട്ടുവീഴ്ച ചെയ്യാൻ ആരും തയ്യാറല്ല. ഈ ജമാഅത്തിൽ കൂടാതെ ജമാഅത്ത് നടക്കുമ്പോൾ
അതിന്റെ പിന്നിൽ പോയി ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിന്റെ രാഷ്ട്രീയം പോലും അതാണ്. ഈ കഴിഞ്ഞ നാളിൽ എറണാകുളത്തെ ഒരു പള്ളിയിൽ ഞാൻ ചെന്നപ്പോൾ അല്പം താമസിച്ചു പോയി. ജമാഅത്ത് കഴിഞ്ഞ സമയത്താണ് ഞാൻ ചെന്നത്. അവിടെ ചെന്നപ്പോൾ ഒരു പാവത്താന ആളുകളൊക്കെ കൂടി തടഞ്ഞു വെച്ചേക്കാണ്. എന്താ കാരണം? അവിടെ സംഘടിത നമസ്കാരം, ജമാഅത്തായിട്ടുള്ള നിസ്കാരം നടക്കുന്ന സമയത്ത് ആ ജമാഅത്തിൽ കൂടാതെ ഈ മനുഷ്യൻ ഒറ്റയ്ക്ക് അതിന്റെ പിറകിൽ നിന്ന് നിസ്കരിച്ചു എന്നുള്ളതാണ്. അപ്പൊ അത് മുസ്ലിം സംഘടിത ശക്തിക്ക് കോട്ടം വരുത്തലാണ്, മുസ്ലിം സംഘടിത ശക്തിയെ വെല്ലുവിളിക്കലാണ്, ഇവനെ വിടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാണ് അവിടുത്തെ മുത്തഹിദീങ്ങളായിട്ടുള്ള മുഅ്മിനീങ്ങള് ഇയാൾക്കെതിരെ രോഷം കൊള്ളുന്നു. അപ്പൊ ഞാനങ്ങ് ചെന്നപ്പോ അവര് എന്നെ അതിൽ മധ്യസ്ഥനാക്കാണ്. ഇവൻ ഈ ചെയ്ത് ശരിയാണോ? ഇവിടെ ജമാഅത്ത് നിസ്കാരം നടക്കുമ്പോൾ അതിൽ കൂടാതെ ഇവൻ മാറി എന്ന് ഒറ്റയ്ക്ക് നിസ്കരിച്ചത് തെമ്മാടിത്തരല്ലേ, വെച്ചേക്കാൻ കൊള്ളാവോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, എൻ്റെ സഹോദരന്മാരെ, നമസ്കാരം എന്ന് പറഞ്ഞാൽ അള്ളാഹുവും മനുഷ്യനും തമ്മിലുള്ള ഒരു സ്വകാര്യ ഇടപാടാണ്. അത് അവന് ഏകാഗ്രത കിട്ടാൻ ഏറ്റവും നല്ല മാർഗം ഏതാണെന്നാണോ അവന്റെ മനസാക്ഷി അവനോട് പറയുന്നത്, അതനുസരിച്ച് നിസ്കരിച്ചിട്ട് അവന്റെ പാട്ടിന് പൊക്കോട്ടെ. നിങ്ങൾ നിസ്കാരം നിർവഹിച്ചു, നിങ്ങൾ വളരെ സമാധാന ചിത്തരായിരിക്കുന്നു. അലാബി ദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അങ്ങനെ വളരെ പ്രശാന്തമായ മനസ്സോടുകൂടി ഈ പള്ളിയിൽ നിന്ന് പോകേണ്ട നിങ്ങൾ ഇവനോട് മെക്കിട്ട് കയറി ഇവനെ ചീത്ത പറഞ്ഞ് കാലുഷ്യം നിറഞ്ഞ മനസ്സോടുകൂടി പോകേണ്ട വല്ല കാര്യമുണ്ടോ? അവന്റെ പാട്ടിന് നിസ്കരിച്ചിട്ട് പോകട്ടെ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നു പറഞ്ഞ് ഞാനത് ചെറുതാക്കി വിട്ടു. അവർക്കത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. കാരണം ഞാൻ അവിടെ ഈ പ്രദേശത്ത് ഈ വഹാബി മൗദൂദികളും ഒക്കെ ആയിട്ട് വളരെ ലോഹിയുള്ള ആളാ. അപ്പൊ അവർക്ക് അനുകൂലം പറയൂന്നാണ് അവർ വിചാരിച്ചത്. പക്ഷെ നമുക്കതിന്റെ കാര്യമില്ലല്ലോ. എനിക്കറിയാം അവൻ ചിലപ്പോൾ ഒരു പക്ഷേ കാന്തപുരം സുന്നിയായിരിക്കും, അല്ലെങ്കിൽ കാന്തപുരം സുന്നികളെ പോലും തുറന്ന് നിസ്കരിക്കാൻ പാടില്ല എന്ന് പറയുന്ന ത്വരീക്കത്തുകാരൻ. ചില ത്വരീക്കത്തുകാർ ആ ത്വരീക്കത്തിൽപ്പെട്ട ഇമാമിനെ എല്ലാം തുറന്ന് നിസ്കരിക്കൂല. വഹാബി മൗദൂദികളോട് ഒട്ടും തുറന്ന് നിസ്കരിക്കൂല, തബലീഗുകാരെ തുറന്ന് നിസ്കരിക്കൂല. നിസ്കരിക്കാത്തവർ നിസ്കരിക്കണ്ടെന്നേ, അവർക്ക് പോയിച്ചോലും നിസ്കരിച്ചോട്ടെ. എന്തിനാണ് ഇതിൽ ഏകീഭാവം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്? അവര് ഒറ്റയ്ക്ക് വന്ന് ഇങ്ങനെയുള്ള പള്ളികളിൽ നിസ്കരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ അതൊരു പ്രതിഷേധ പരിപാടി എന്നുള്ള നിലയിലാണ്. നിങ്ങൾ അവരെ ചോദ്യം ചെയ്യുമ്പോഴാണ് അവരുടെ പ്രതിഷേധം ഫലവത്താവുന്നത്. ആ പ്രതിഷേധം സഫലമായി എന്നുള്ള ഒരു തോന്നല്, ഒരു ചാരിതാർത്ഥ്യം അവരനുഭവിക്കുന്നത് നിങ്ങളത് ഒരു വിഷയം ആക്കുമ്പോഴാണ്. അപ്പോൾ മാത്രമാണ്. അത് ഏതുപോലെയാന്ന് വെച്ചാൽ, ചില ആളുകൾ ഈ മാർച്ച് നടത്തുമല്ലോ, പ്രകടനം, ധർണയൊക്കെ നടത്തും. എന്നിട്ട് അവർ ചെന്ന ബാരിക്കേഡുകൾ തകർക്കാൻ ശ്രമിക്കും. അപ്പൊ അവർക്ക് ബാരിക്കേഡ് തകർത്തോളണമെന്നില്ല. അവിടെ ആ ധർണയോ പിക്കറ്റിങ്ങോ മാർച്ചോ ആയിട്ട് കൂടുതൽ സമയം ചെലവഴിക്കാനും അവർക്കില്ല. അവരൊക്കെ പലരും ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരൊക്കെയാണ്. ചിലപ്പോ എഗ്രിമെന്റ് എഴുതാനുള്ള മുദ്രപത്രം മേടിക്കാൻ മറ്റേ സഹ ബ്രോക്കറെ പറഞ്ഞു വിട്ടിട്ടായിരിക്കും ഇവൻ ഈ പ്രകടനത്തിന് വന്നിട്ടുണ്ടാവുക. അപ്പൊ അവരെല്ലാം ആ പ്രകടനത്തിൽ, ആ ധർണയിൽ, ആ പിക്കറ്റിങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും മനസ്സെന്താന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് പോലീസ് ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് നീക്കണം, അതോടുകൂടി ഈ പ്രകടനം അവസാനിക്കണം, എന്നിട്ട് രജിസ്റ്റർ ഓഫീസിലേക്കോ വീട്ടിലേക്കോ ചായക്കടയിലേക്കോ എങ്ങോട്ടെങ്കിലും പോകണം. ഇതാണ് അവരുടെ പരിപാടി. ഇപ്പൊ ഈ അറസ്റ്റിലാണ്, അവരെ അറസ്റ്റ് ചെയ്യുന്നതിലാണ് അവരുടെ സമരത്തിന്റെ വിജയത്തെ അവർ ദർശിക്കുന്നത്. എന്നതുപോലെയാണ് ജമാഅത്ത് നടക്കുമ്പോൾ ഒറ്റയ്ക്ക് നിസ്കരിക്കാൻ വേണ്ടി വരുന്ന ആശാന്മാർ. അപ്പൊ അതിനെ ആ രീതിയിൽ കണക്കാക്കി അത് വിജയിപ്പിക്കാതിരുന്നാൽ മതി നമ്മൾ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതേപോലെ തങ്ങളുടെ വേറിട്ട വ്യക്തിത്വം, തങ്ങളുടെ അസ്തിത്വം, തങ്ങളുടെ വ്യതിരിക്തത, തങ്ങളുടെ ആ ഒരു വേറിട്ട തങ്ങളുടെ പരിപാടി അത് കൂടുതൽ വിസിബിൾ ആകണം, ദൃശ്യവൽക്കരിക്കപ്പെടണം, അതൊരു പ്രശ്നമാകണം, അത് ആളുകൾ ചർച്ച ചെയ്യണം, ആളുകൾ കാണണം എന്നുദ്ദേശിക്കുന്ന ആളുകൾ വേറെ വേറെ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കട്ടെന്നേ. അങ്ങനെ ഓരോ AP സുന്നികൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി, EK സുന്നിയിലെ തന്നെ നളന്തകൾക്ക്, സുഹാബികൾക്ക്, ഷജറകൾക്കൊക്കെ വേറെ വേറെ രാഷ്ട്രീയ പാർട്ടികൾ. എന്നിട്ട് ഒരു ഘട്ടത്തിൽ ഇവർക്കൊക്കെ തോന്നുകയാണ് മുസ്ലിങ്ങൾ എന്നുള്ള പൊതുവായ സ്വത്വം സംരക്ഷിക്കാൻ വേണ്ടി തങ്ങൾ ഒരു പൊതു അജണ്ടയിൽ, ഒരു പൊതു പ്ലാറ്റ്ഫോമിൽ യോജിക്കേണ്ടതുണ്ട് എന്ന് കേരള കോൺഗ്രസ്സുകാർക്ക് തോന്നിയ പോലെ എന്ന് തോന്നുന്നു അന്ന് അവരൊന്നായാൽ മതി. അതുവരെയും ഇവരൊക്കെ അവരുടെ സ്വയം നിർണയാവകാശവുമായി
മുന്നോട്ട് പൊയ്ക്കോട്ടെ, അതിനിവരെ അനുവദിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. നമ്മുടെ എക്സ് മുസ്ലിങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അവര് ഒരുപാട് സംഘർഷങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ്. നമ്മുടെയൊക്കെ കൊച്ചാപ്പന്മാരും മൂത്താപ്പന്മാരും നമ്മുടെയൊക്കെ ജ്യേഷ്ഠന്റെയും അനുജന്റെയും മക്കളും ഒക്കെ അല്ലേ അവര്. അപ്പൊ അവർക്കും എന്തെങ്കിലും ഉദുഹിയത്തൊക്കെ ഇറക്കുമ്പോ ഒരു പിടി, ഇനിയിപ്പൊ ഉദുഹിയത്തിന്റെ ഇറച്ചി കൊടുക്കാൻ മടിയാണെങ്കിൽ അടുത്ത ഇറച്ചിക്കടയിൽ നിന്ന് 1 കിലോ എങ്കിലും മേടിച്ചാൽ ഇത്തങ്ങൾക്ക് കൊടുത്തേക്കണം. ഏതായാലും ഈ പൗരത്വ നിർണയത്തിന്റെ അന്തിമ ഘട്ടത്തിലേക്കൊക്കെ അടുക്കുമ്പോ ഇവര് കാക്കായല്ല എന്ന് തെളിയിക്കാൻ എന്ത് ചെയ്യും എന്നുള്ളതാണ്. ചിലപ്പോ ഇവര് സാധനം തന്നെ കാണിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. അങ്ങനെ വരുമ്പോ ഇത് കാണിച്ചു കൊടുത്താൽ കാക്കായല്ല എന്ന് കാക്കായാണെന്നാണല്ലോ തെളിയുക. അപ്പൊ എക്സ് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന മുസ്ലിങ്ങൾ പെട്ടാണ് കിടപ്പ്. അതുകൊണ്ടാണ് നമ്മുടെ ആരിഫ് ഹുസൈൻ മറ്റത് ചെയ്യരുത് എന്നും പറഞ്ഞുകൊണ്ട് കേസ് പോയത്. അതും പണ്ടാരടങ്ങാനായിട്ട് ഹൈക്കോടതി ഹർജി ഫയലിൽ സ്വീകരിച്ചില്ല. ഏതായാലും അവരും ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി അവരുടെ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അനിവാര്യമാണ് എന്ന് ഒരിക്കൽ കൂടി ഊന്നി പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.